രാഷ്ട്രീയ പ്രവർത്തകനെ എങ്ങനെ ഓർക്കുന്നു? VS കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി, കരുത്തനായ പ്രതിപക്ഷ നേതാവ്, തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് അണിയായി ആ നിലകളിൽ ജനപ്രിയ നേതാവ് എന്ന നിലയ്ക്ക് കേരളത്തിന് ദീർഘനാൾ സേവനം ചെയ്ത നേതൃത്വമാണ് VSൻ്റേത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കും കേരള ജനതയ്ക്കും വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു തൊഴിലാളി പ്രവർത്തകനായി പ്രവർത്തനം ആരംഭിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയായും LDF കൺവീനറായും പ്രതിപക്ഷ നേതാവായി ദീർഘനാളും മുഖ്യമന്ത്രിയായും എല്ലാം പ്രവർത്തിക്കാൻ VSന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ എതിർപ്പുകൾക്ക് നിൽക്കുമ്പോഴും വ്യക്തിപരമായി എല്ലാവരുമായി നല്ല സൗഹൃദം പുലർത്താൻ അദ്ദേഹം പ്രത്യേകമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും CPM നേതൃത്വത്തോടും CPM അണികളോടുമുള്ള ദുഃഖം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ അടുത്തറിയുന്ന നേതാവാണ് ശ്രീ അച്യുതാനന്ദൻ. ഞങ്ങളൊരു ജില്ലക്കാർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ആലപ്പുഴയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അദ്ദേഹവുമായിട്ടൊരു നല്ല വൈകാരികമായ അടുപ്പമുണ്ട്. ആദ്യമായി ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു പൊതുയോഗത്തിൽ വരുമ്പോഴാണ്. ഇന്ന് കാണുന്ന VS അല്ല, നന്നായി തടിച്ച് നന്നായി ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിൽ പലപ്പോഴും ഞങ്ങളോടൊക്കെ വളരെ സ്നേഹവും വാത്സല്യവും അദ്ദേഹം കാട്ടിയിരുന്നു. നിലപാടുകളിൽ കാർക്കശ്യമുണ്ടായിരുന്നു, പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നല്ല ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. നല്ല സൗഹൃദം, കാണുമ്പോഴൊക്കെ നല്ല സൗഹൃദം അദ്ദേഹം പുലർത്തുമായിരുന്നു. കാണുമ്പോൾ നമുക്കൊരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും അടുത്ത് പെരുമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനഃശുദ്ധി, അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും KPC പ്രസിഡന്റായിരുന്ന സന്ദർഭത്തിലുമെല്ലാം പല ഘട്ടങ്ങളിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ആ സംസാരങ്ങളെല്ലാം തന്നെ ആ സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കൊരു നഷ്ടം തന്നെയാണ്. അദ്ദേഹം എപ്പോഴും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പാർട്ടിക്കകത്തും പുറത്തും അദ്ദേഹം എടുത്ത നിലപാടുകൾ കേരളത്തിന് മുമ്പിലുണ്ട്. 82ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായിട്ടും തളർച്ചയില്ലാതെ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തീർച്ചയായും ഈ വിയോഗം നമുക്കൊരു നഷ്ടമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ആദരാഞ്ജലികൾ ഈ ഫയൽ ഉണ്ട്. VS അച്യുതാനന്ദന്റെ മൃതദേഹം ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പൊതുദർശനം തുടരുകയാണ്. ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ VSന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 9 മണി മുതലാണ് ദർബാർ ഹാളിൽ പൊതുദർശനം തുടങ്ങിയത്. ഏതാണ്ട് 2 മണിവരെ അത് നീളും എന്നാണ് കരുതുന്നത്. അതിനിടയിൽ നിരവധി പേർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 2 മണിക്ക് ശേഷം അവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കുമെന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ നിരവധി പേരാണ് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ VSനെ അനുസ്മരിക്കാൻ മുതിർന്ന CPM നേതാവ് AK ബാലൻ തത്സമയം ചേരുകയാണ്. ശ്രീ AK ബാലൻ, ഒരുപാട് സമരങ്ങൾ പാർട്ടിക്കകത്തും പുറത്തും നടത്തിയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് VS. പാർട്ടിയെ എന്തോർമ്മിപ്പിച്ചുകൊണ്ടാണ് VS വിടവാങ്ങുന്നത്? ചെറിയ വോട്ടാ, അച്ഛനും ഫാദറിലോ. AK ബാലനിലേക്ക് എത്താം. അദ്ദേഹം അല്പസമയത്തിനകം VSനെ അനുസ്മരിക്കാൻ നമ്മോടൊപ്പം ചേരും. ദർബാർ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെയുണ്ട്. നേരത്തെ ഗവർണർ വരികയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു, VSനെ അനുസ്മരിക്കുകയും ചെയ്തു. നാനാ തുറകളിൽ നിന്നുള്ള ആളുകളാണ്, പൗരപ്രമുഖരടക്കമുള്ളവരാണ് VSന് അന്തിമോപചാരം അർപ്പിക്കാൻ ദർബാർ ഹാളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് വീണ്ടും.
മുതിർന്ന CPM നേതാവ് AK ബാലൻ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. അല്പസമയത്തിനകം G സുധാകരനും VS അനുസ്മരിക്കാൻ മീഡിയ വണ്ണൊപ്പം ചേരും. ശ്രീ AK ബാലൻ, അങ്ങേക്ക് കേൾക്കാമോ സർ? ശ്രീ AK ബാലൻ, പാർട്ടിക്കകത്തും പുറത്തും നിരവധി സമരങ്ങൾ നയിച്ചിട്ടുള്ള നേതാവാണ് VS അച്യുതാനന്ദൻ. പാർട്ടിയെ എന്ത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്?